എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കാം. മരമാരി ജ്യൂസ് എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ മിക്കവാറുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിരിക്കും. 2 പേർക്ക് സെർവ് ചെയ്യാനുള്ള ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വലിയ ലെമൺ ഉള്ളവർക്ക് അതെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മുസമ്പി എടുക്കാം. 2 മുസമ്പി എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ കൂടി ഇതിൻ്റെ കൂടെ എടുക്കണം. മുസമ്പി തൊലി കളഞ്ഞതിന് ശേഷം ഉള്ളിലെ കുരു കൂടി കളഞ്ഞിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ തുറന്ന് വരുമ്പോഴേക്കും ഇതിൽ അത്യാവശ്യം കുരു ഉണ്ടാവും. കുരു നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സീഡ്സ് മാറ്റിയിട്ട് മാത്രം ജ്യൂസ് അടിക്കാൻ ശ്രദ്ധിക്കുക. മുസമ്പി അല്ലികൾ ചെറുതായി മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. അതുപോലെ പൈനാപ്പിളും ചെറുതായി മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം പൈനാപ്പിളിന് മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര കുറയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കണം. മുങ്ങിക്കിടക്കാൻ പാകത്തിനൊന്നും വേണ്ട, നന്നായി അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഒരു സ്ട്രെയിനർ വെച്ച് അരിച്ചെടുത്ത് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ ജ്യൂസ് റെഡി. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുസമ്പിക്ക് പകരം ഓറഞ്ച് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ട് ഏത് വേണമെങ്കിലും ഈ ജ്യൂസിലേക്ക് ചേർക്കാം. അപ്പോൾ കൗതുകമുള്ളൊരു പേരാണ്, പക്ഷേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടും സിമ്പിളായിട്ടുള്ള റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്